മാങ്ങ ഇട്ട് മോര് കാച്ചിയാലോ? ഇത് മാമ്പഴ പുളിശ്ശേരിയല്ല, നല്ല അസൽ മോര് കാച്ചിയതാണ്. നല്ല പഴുത്ത നാരില്ലാത്ത മാമ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ കടുക് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളകും ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴുത്ത മാങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി, ഉടഞ്ഞൊന്നും പോകരുത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കരുത്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാമ്പഴം ഇട്ട മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാതെ കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ.